ഇസ്രായേൽ ഞായറാഴ്ച രാത്രിയിലും കടുത്ത ആക്രമണം നടത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. ആണവ ശാസ്ത്രജ്ഞനും അവിടുത്തെ IRGCയുടെ ഇന്റലിജൻസ് മേധാവിയായ ബ്രിഗേഡിയർ മുഹമ്മദ് ഖസബിയും മറ്റ് രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. അതായത് അവരുടെ IRGCയുടെ ഇന്റലിജൻസ് മേധാവി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരിട്ട് വിവരങ്ങൾ ഖമനയിലേക്ക് എത്തിക്കുന്ന ഒരു റൂട്ട് അതായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്തു അല്ലെ അടച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിനോടൊപ്പം ഡെപ്യൂട്ടി ജനറൽ ആയിരുന്ന ഹസൻ മൊഹാദിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെട്ടു. എന്ന് പറഞ്ഞാൽ 50 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ 80 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന്റെ തുടർച്ചയായിട്ട് ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇറാന്റെ തലപ്പത്തുള്ള സൈനിക മേധാവികളെല്ലാം കൊലപ്പെടുത്തിയിരുന്നു. നേരത്തെ തന്നെ ആണവ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയെ കൂടെ കൊലപ്പെടുത്തിയതോടുകൂടി ഇനി ഈ അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന മത നേതാവിന് ഇറാനിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ എത്തുന്ന ഒരു റൂട്ട് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇസ്രായേൽ അയത്തുള്ള അലി ഖമനയിലേക്ക് ലക്ഷ്യം വെക്കുന്നതായിട്ട് സംശയമുണ്ട്. കാരണം ഇനി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായിട്ടൊരു സംഭാഷണം നടത്തിയെന്നും ഇതിലൂടെ നെതന്യാഹുവിൻ്റെ ആവശ്യം ഖമനയെ കൊല്ലാനുള്ള നീക്കത്തിന് അമേരിക്കയുടെ അനുവാദം വേണമെന്നുമാണ്. കാരണം കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ അയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന മത ഭീകര നേതാവ് അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവിനെ തീർക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനമെടുത്തു. കാരണം തലയങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നീട് ഇറാൻ വലുതായിട്ട് ദുർബലമായി പോകുമെന്ന് ഇസ്രായേലിൻ്റെ മന്ത്രിസഭാ യോഗം കൂടിയപ്പോൾ അത്തരത്തിലൊരു ചർച്ച ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കൻ ജനങ്ങൾക്ക് അല്ലെ അമേരിക്കൻ ജനതയ്ക്ക് ഇതുവരെ ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ട്രംപ് ഈ ഒരു ആവശ്യത്തിന്, അതായത് നെതന്യാഹുവിൻ്റെ ഖമനയെ കൊല്ലണമെന്ന ആവശ്യത്തോട് യോജിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. തൽക്കാലം ഈ ആവശ്യത്തോട് അമേരിക്ക യോജിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള മേഖലകളിലേക്ക് ആക്രമണം കടുപ്പിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ 50 വിമാനങ്ങൾ വീണ്ടും ഈ ആണവ കേന്ദ്രങ്ങൾക്ക്, അതായത് നദാൻസ് എന്ന് പറയുന്ന ഇവരുടെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തി. ഫോർദോ എന്ന് പറയുന്ന ആണവ മേഖലയ്ക്ക് നേരെയും ആക്രമണം നടത്തി. ഇനി എണ്ണപ്പാടങ്ങൾ കത്തിച്ചുകൊണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കാനാണ് ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എണ്ണപ്പാടങ്ങൾക്കെല്ലാം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ ഒരുക്കിയിരുന്നു. എന്നാൽ 2ാം ദിവസം നടന്ന ആക്രമണത്തിൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ തകർത്തു. അതുകൊണ്ടാണ് കൃത്യമായി എണ്ണപ്പാടങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാമെന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഏതാണ്ട് 1500-2000 കിലോമീറ്ററിന് അടുത്ത് ദൂരമുള്ള ഇസ്രായേലിന് ഇറാനിലേക്കുള്ള ദൂരമാണ് പറഞ്ഞത്. അവിടേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ഉപയോഗിച്ചുള്ള അറ്റാക്ക് ആയിരിക്കും നടത്തുക എന്ന് ലോകം കരുതി. പക്ഷേ ഇസ്രായേൽ ഏതാണ്ട് 200ഓളം വിമാനങ്ങളുമായിട്ട് ചെന്ന് നേരിട്ട് വ്യോമാക്രമണം നടത്തുകയാണ്. കാരണം വ്യോമ പ്രതിരോധ സംവിധാനം അത്രത്തോളം ദുർബലമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. മാത്രമല്ല മൊസാദിൻ്റെ ചാരന്മാരും കമാൻഡോകളും നേരത്തെ തന്നെ ഇറാനിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റഡാർ സംവിധാനങ്ങൾ, റഡാർ മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് ചോർത്തിയെടുക്കാൻ സാധിച്ചു. അത് IDFിലേക്കും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ എയർഫോഴ്സിലേക്കും പകർന്നു നൽകി. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും 4ാം ദിവസം പുലർച്ചെ നടന്ന ആക്രമണത്തിൽ അവരുടെ ഇന്റലിജൻസ് മേധാവിയായ ബ്രിഗേഡിയർ മുഹമ്മദ് ഖസമിയെ കൃത്യമായിട്ട് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊസാദിക്കിനെയും കൊലപ്പെടുത്തി. ഒപ്പം ഈ ആണവ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കുന്ന 2ാം നിരയിലുള്ള ആണവ ശാസ്ത്രജ്ഞന്മാരെയും കൊലപ്പെടുത്തി. അപ്പം ഇസ്രായേലിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇനി അവരുടെ തല ഒടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയത്തുള്ള അലി ഖമനയെ നേരത്തെ തന്നെ ഇസ്രായേലിന് വേണമെങ്കിൽ ബങ്കറിനുള്ളിൽ പോലും ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ മിസൈലുകളൊക്കെ ഉപയോഗിച്ച് കൊലപ്പെടുത്താമായിരുന്നു. പക്ഷേ അവരത് വിട്ടുകളഞ്ഞതാണ്. ഇപ്പോൾ അവർ പറയുന്നു ഇനി അതും കൂടി അങ്ങ് തീർത്ത് കളയാം. കാരണം ഈ ഖമനൈ വീണ്ടും വീണ്ടും പ്രകോപനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അതായത് പാകിസ്ഥാനെയും സൗദി അറേബ്യയും ചേർത്ത് ഞങ്ങൾ ഒരു ഇസ്ലാമിക് ഗ്രൂപ്പ് ഉണ്ടാക്കി ആക്രമണം നടത്തും. ഇതുകൂടാതെ OIC, നമുക്കറിയാലോ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുണ്ട്. ഇവരുടെയൊക്കെ പിന്തുണയോടുകൂടി വീണ്ടും ആക്രമണം നടത്താം. മാത്രമല്ല ഹൂത്തികളെ ഉപയോഗിച്ച് ചെങ്കടലിൽ സൈനിക അതുപോലെ തന്നെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പ് ഇറാൻ നടത്തുന്നുണ്ട്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. മാത്രമല്ല ഇറാൻ കഴിഞ്ഞ ദിവസം നടത്തിയത് 200ഓളം മിസൈലുകൾ ഒരുമിച്ച് വിട്ടുകൊണ്ടുള്ള ആക്രമണമാണ്. അതാണ് അവിടുത്തെ
ടെല്ലവീവിലും അതുപോലെ ബത്യാമിലും ഒക്കെ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്. ആ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ തുടർച്ചയായി ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ മിസൈൽ ആക്രമണവും ഉണ്ടായാൽ ഇസ്രയേലിൻ്റെ പ്രതിരോധം തകർക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള മുന്നേറ്റം നടത്തണം. അപ്പോൾ എന്തായാലും യുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. മധ്യ ഇസ്രായേലിലെ റൊഹാവയിൽ ഇറാൻ ആക്രമണത്തിൽ 42 പേർക്ക് പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. മറ്റൊരാക്രമണത്തിൽ ഏതാണ്ട് 6ഓളം ഉക്രൈൻ വംശജർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രാജ്യാന്തര തലത്തിലുള്ള വലിയൊരു പ്രശ്നമായിട്ട് മാറും. അപ്പം ഇറാൻ്റെ ഇന്ധന ടാങ്കർ വിമാനം ഇസ്രായേൽ വ്യോമസേന ആക്രമിച്ച് തകർത്തു എന്നതിൻ്റെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ റോക്കറ്റുകൾ ഉപയോഗിച്ച് ടെല്ലവീവിലും ജെറുസലേമിലും അതുപോലെ തന്നെ ഹൈഫ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിലേക്കും ആക്രമണം നടത്തി. അപ്പോൾ ഹൈഫ തുറമുഖ നഗരത്തിന് മേൽ രണ്ടാമതും ഇറാൻ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ പ്രകോപനം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. ഇവിടെ ഇന്ത്യക്കും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അദാനിയാണ് അവിടുത്തെ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖ നഗരത്തെ കത്തിക്കാനുള്ള ഒരു ശ്രമം ഇറാനും ആരംഭിക്കുന്നു. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ, ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇതെല്ലാം ഉണ്ടാവുകയാണ്. ടെല്ലവീവിലേക്ക് ഞങ്ങൾ കൃത്യമായ ആക്രമണം നടത്തുമെന്നും അവരുടെ സൈനിക കേന്ദ്രങ്ങളുടെ നട്ടലൊടിക്കുമെന്നും നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ്. മൊത്തത്തിൽ 400ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ജൂതന്മാരെ 100% ഇല്ലാതാക്കാനുള്ള ഇറാൻ ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ കൈവശം 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. എന്ന് വെച്ചാൽ അത് വെച്ച് 8 മുതൽ 15 വരെ ആറ്റം ബോംബുകൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കാം. അതുകൊണ്ടാണ് ഇസ്രായേൽ വളരെ പെട്ടെന്ന് നദാൻസിന് മേൽ ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അപ്പോൾ ഞങ്ങൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഇറാൻ ജനതയ്ക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിത്തരികയാണ്. നിങ്ങൾക്ക് മതഭരണകൂടത്തിൻ്റെ ഈ മേൽക്കോയ്മയെ അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയും. അതായത് സൈറസിൻ്റെ കാലം മുതൽ ഇസ്രായേലും ഇറാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്നും പിന്നീട് ഈ അയത്തോളമാർ അവിടുത്തെ ഭരണത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഈ മതഭീകരത അവിടെ വ്യാപിച്ചതെന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ ജനതയോട് പറയുന്നുണ്ട്. അപ്പോൾ പഴയതുപോലെയുള്ള ഒരു ബന്ധം ദൃഢമാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അയത്തുള്ള അലി ഖമനേയി ഉൾപ്പെടെയുള്ള ഇനി മത നേതൃത്വത്തിൻ്റെ അല്ലെ മതഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഘത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇറാനിനുള്ളിൽ മൊസാദിൻ്റെ ചാരസംഘടനയ്ക്ക് മൊസാദിൻ്റെ കമാൻഡോകൾക്കൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയ, പ്രാദേശികമായ സപ്പോർട്ട് നൽകിയ ആളുകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ നടത്തുന്നുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഇത് മുൻകൂട്ടി കണ്ട് ഇസ്രായേൽ അതിന് പ്രതിരോധമായ ചില ഓപ്പറേഷനും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആവാം ഇപ്പം ഈ ജെറുസലേമിൽ വലിയ തോതിൽ ആക്രമണം നടത്തുന്നു, ഹൈഫ മേഖലയിലും വലിയ തോതിൽ ആക്രമണം നടത്തുന്നു. ഈ മേഖലയിലുള്ളവർ ഈ ഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാന് സംശയമുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇറാൻ്റെ ഈ സൈനിക കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ ഇവയ്ക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോൾ കൂട്ടത്തോട് ഒഴിഞ്ഞു പോവുകയാണ്. ഇവർ പ്രധാനമായും നഗരമേഖലയിൽ നിന്ന് ഗ്രാമീണ മേഖലയിലേക്ക്, റൂറൽ പ്രദേശങ്ങൾ, ഇപ്പോൾ ബന്ധുക്കളുടെയൊക്കെ വീടുകളുണ്ടാവും, അവിടേക്ക് ഒഴിഞ്ഞു പോവുകയാണ്. ഇപ്പം ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളിലൊന്നാണ് ഇറാനെ സംബന്ധിച്ച്. പ്രധാന പാതകളൊക്കെ ഏതാണ്ട് വിജനമാണെന്ന് പറയാം. കാരണം അവിടേക്ക് റോഡിലേക്ക് ആളുകൾ ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല ഇസ്രയേലി ജനതയോടെല്ലാം തന്നെ ബങ്കറുകളിലേക്ക് മാറണമെന്നും ഒരാഴ്ചയോളം നിങ്ങൾ ബങ്കറിൽ തന്നെ ഇരിക്കണം, പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങരുതെന്നൊക്കെ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഇറാനും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇറാനിയൻ ജനതയ്ക്ക് അങ്ങനെ ഒളിക്കാൻ സ്ഥലമില്ല, മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോവുക മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. മാത്രമല്ല ഇസ്രയേലിൻ്റെ കയ്യിലുള്ള F-15, F-16 അതുപോലെ തന്നെ F-35 തുടങ്ങിയ യുദ്ധവിമാനങ്ങളോട് കിടപിടിക്കാൻ പറ്റുന്ന എയർക്രാഫ്റ്റുകൾ ഇറാൻ്റെ കൈവശമില്ലാത്തത് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഒരു പക്ഷേ ഇസ്രായേൽ കടുത്ത ആക്രമണവുമായിട്ട് വന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല എന്നതും അവരെ ആശങ്കയിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അയത്തുള്ള അലി ഖമനേയിയെ ഏത് നിമിഷവും ഇസ്രായേൽ തട്ടിയേക്കാമെന്നുള്ള ഒരു ആശങ്ക പരക്കുന്നുണ്ട്. ഇത് സംഭവിക്കാതിരിക്കാൻ കാരണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അങ്ങനെ ഒരു നീക്കം നടത്തരുതെന്ന് നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് അടുത്ത ഒരു തന്ത്രമാണോ എന്ന് പോലും ലോകം വീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ രാത്രിയിലും ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഇൻ്റലിജൻസ് മേധാവി ഉൾപ്പെടെയുള്ള സൈനിക തലപ്പത്തുള്ളവരെയും പ്രിസൈസ് അറ്റാക്കിലൂടെ ഇസ്രായേൽ കൊന്നിരിക്കുകയാണ്. ഈ രീതിയിലുള്ള ആക്രമണം തുടരുകയാണെങ്കിൽ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു 3ാം ലോക യുദ്ധത്തിന് വഴിമരുന്നിടും എന്നാണ് സൂചനകൾ വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.